നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. എനിക്ക് തോന്നുന്നു കൊട്ടിക്കലാശം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മറ്റന്നാളാണ് 20-ാം തീയതിയാണ് അവിടുത്തെ വോട്ടെണ്ണൽ. അത് കഴിഞ്ഞ് 23-ാം തീയതിക്ക് ശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാകും. അപ്പോൾ ഈ അവസാന ലാപ്പിൽ ഒരുപാട് ടിസ്റ്റുകളും ഒരുപാട് എന്താ പറയുക കോലാഹലങ്ങളൊക്കെ ആയിട്ടാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന BJP നേതാവായിട്ടുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച കൂടി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും കോൺഗ്രസ് വിട്ട് പോകില്ല എന്ന് കരുതിയിരുന്ന പി സരിൻ, അപ്പോൾ അദ്ദേഹം മീഡിയ സെല്ലിൻ്റെ കൺവീനറൊക്കെ ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഒരു സീറ്റിന് വേണ്ടിയിട്ട്, അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു രാത്രി കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ട് CPM-ൽ ചേരുകയും CPM-ൽ ചേർന്നിട്ടില്ല, പക്ഷേ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കണ്ടത്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കാലുമാറ്റത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു ഇത് എന്ന് നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. ഈ അവസാന ലാപ്പിൽ ആരോ ഓടിക്കയറും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. UDF ഏറെ മുമ്പിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വളരെ വലിയൊരു വിശ്വാസത്തിലാണ് LDF-ഉം BJP-യും ഒക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നിരീക്ഷിക്കുകയാണെങ്കിൽ അവിടെ മത്സരം ശക്തമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിക്കുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ മത്സരം കോൺഗ്രസും BJP-യും തമ്മിലായിരുന്നു. CPM-ഉം പിന്നെ സരിൻ്റെ വരവോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് എന്താ പറയുക, കോൺഗ്രസിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി CPM-ഉം BJP-യും ഒക്കെ ശ്രമിച്ചിരുന്നു. എങ്കിൽ തന്നെയും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു പ്രത്യാക്രമണം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് BJP നേതാവായിരുന്ന, അതായത് BJP-ക്ക് വേണ്ടി ശക്തിയുക്തം ടെലിവിഷൻ ചാനലുകളിലും പൊതു സമൂഹത്തിലുമൊക്കെ വാദിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് കോൺഗ്രസിന് വളരെ ഒരു മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. പല ആളുകളും പറയുന്നുണ്ട് സന്ദീപ് വാര്യർ പോയി എന്ന് കരുതി BJP-ക്ക് ഒരു ചുക്കം സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ K. സുരേന്ദ്രനോട് ഉള്ള ഒരു എതിർപ്പ്, അതായത് CPM-ഉമായിട്ട് ഉള്ള സന്ധി ചെയ്യുന്ന K. സുരേന്ദ്രൻ്റെ ചില നിലപാടുകളോട് പാർട്ടി അണികൾക്കുള്ള എതിർപ്പ് കൂടി ഒരു പക്ഷേ പ്രതിഫലിക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയായാലും ത്രികോണ മത്സരം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും മത്സരമുണ്ട്, അത് ശക്തമായ മത്സരമാണ് എന്ന് തന്നെ നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയാലും പാലക്കാട്ടെ വോട്ടർമാർ വോട്ട് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവരത് ആർക്ക് ചെയ്യണമെന്നും ഈ സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടാവും. ഇനി മറ്റന്നാൾ അവർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ആർക്ക് രേഖപ്പെടുത്തും, അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും, വെറും രാഷ്ട്രീയം മാത്രമായിരിക്കുമോ അവർ കണക്കിലാക്കുക, അതോ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിലക്കയറ്റം, അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജിൻ്റെ വർധനവ്, നികുതിയിലെ വർധനവ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വോട്ടർമാരെ നേരിട്ട് ബാധിക്കുന്നതായിട്ടുണ്ട്. അവർ ഇത് എന്ത് നോക്കിയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് പാലക്കാടിനെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കും? ഇത്രയേറെ നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും നിരവധിയായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ അടുത്ത കാലത്ത് നടന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. നമുക്ക് ഈ ടേമിൽ തന്നെ പുതുപ്പള്ളിയിലെ ബൈ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അവിടെ ഉണ്ടായ നിരവധി വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ തൃക്കാക്കരയിൽ ഉണ്ടായ ഇലക്ഷൻ നമുക്കറിയാം, വലിയ വിവാദം ഉണ്ടായതാണ്. ആദ്യമായി CPM-ന്റെ ഒരു വേദിയിൽ പ്രൊഫസർ KV തോമസ് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വരവ് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് CPM കരുതിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വരവ് യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് അന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഉമാ തോമസിനായിരുന്നു നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയത് കോൺഗ്രസിലായിരുന്നു. നമുക്കറിയാം പി സരിൻ്റെ കാലുമാറ്റവും അദ്ദേഹം ഇടത് സ്ഥാനാർത്ഥിയായി വന്നത് മാത്രമായിരുന്നില്ല പാലക്കാട്ടുണ്ടായ വിഷയം. പാലക്കാട് ഏറ്റവും കൂടി ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണ്? K. മുരളീധരനായിരുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. K. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജില്ലാ കമ്മിറ്റി DCC പ്രസിഡന്റ് KC വേണുഗോപാലിന് അയച്ച കത്ത് വലിയ രീതിയിൽ ചോരുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു. പിന്നീട് മുരളീധരൻ അവിടെ പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളാണ് പിന്നെ നടന്നത്.
മുരളീധരൻ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടെന്നും എൻ്റെതായ വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്യുന്നില്ലെന്നും അത് സീരിയസ് ആയി എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം പോലും കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ അമ്മയെ അവഹേളിച്ചു എന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണത്തിന് പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്മജ വേണുഗോപാൽ വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയ വിവാദമാകുകയും കോൺഗ്രസിൽ നിരന്തരമായ ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള വാർത്തകൾ വരികയൊക്കെ വലിയ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെതിരായുള്ള വലിയൊരു മൂവ്മെന്റാണ് നമ്മൾ കണ്ടത്. പക്ഷേ ട്രോളി വിവാദം വരെ വലിയ പ്രശ്നത്തിലായിരുന്ന കോൺഗ്രസ് പിന്നീട് തിരിച്ചു പിടിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. ഈ ട്രോളി വിവാദം യഥാർത്ഥത്തിൽ CPM-ഉം BJP-യും ഒരുമിച്ചുണ്ടാക്കിയതാണ് എന്നുള്ളതും ഈ ട്രോളി വിവാദം CPM-നകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ കൃഷ്ണദാസ് അടക്കമുള്ള ചില നേതാക്കന്മാർ ട്രോളി വിവാദമായിട്ട് പോകുന്ന അർത്ഥമില്ല, രാഷ്ട്രീയം പറയൂ എന്ന് പറയുന്നൊരവസ്ഥ വരെ ഉണ്ടായി. അപ്പം ഈ സമയത്ത് തന്നെയാണ് സന്ദീപ് വാര്യർ പാർട്ടി നേതൃത്വമായി തെറ്റി നിൽക്കുന്നത്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP-യിലെ ഒരു പക്ഷം വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിയിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും നേതൃത്വം ഉൾക്കൊണ്ടില്ല. സുരേന്ദ്രനുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒറ്റ കാരണത്താൽ C. കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് സന്ദീപിനെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതും അദ്ദേഹം ഒടുവിൽ പാർട്ടിയിൽ നിന്നും മാറി കോൺഗ്രസിൽ അഭയം ചേരുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സന്ദീപ് വാര്യർ വരുന്നതിലും കെ മുരളീധരൻ പ്രശ്നം ഉണ്ടായിരുന്നു. അത് മുരളീധരൻ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹം ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, അദ്ദേഹത്തിന് നിലപാടുകൾ ശരിയായിരുന്നില്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ചിത്രം എന്താണ്? കെ മുരളീധരനും അതുപോലെ തന്നെ ഈ സന്ദീപ് വാര്യറും ഒറ്റ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് സന്ദീപ് വാര്യർ വലിയ തമാശ കൂടി പറഞ്ഞിട്ടുണ്ട്. ആന, കടല്, മോഹൻലാൽ, പിന്നെ കെ മുരളീധരൻ, ഈ 4 സാധനം എപ്പോൾ കണ്ടാലും കണ്ടുകൊണ്ടേയിരിക്കും, വലിയ സന്തോഷമാണ്, ഒരിക്കലും മടുക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ എന്തെല്ലാം പ്രതിസന്ധി നേരിട്ടോ അതേ പ്രതിസന്ധിയിലൂടെയാണ് പിന്നീട് BJP-യും CPM-ഉം കടന്നു പോകുന്നതെന്നും CPM-ല് വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പൊട്ടിത്തെറിക്കാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ഷന് ശേഷം പാലക്കാട് നമ്മൾ കാണാൻ പോകുന്നത് CPM-ലുള്ള വലിയ പൊട്ടിത്തെറിയും പുറത്താക്കലും അങ്ങനെ കുറേ നടപടികളിലേക്ക് പോകുന്നൊരു ചിത്രമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ BJP-യിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP-യും കോൺഗ്രസും വലിയ പ്രതിസന്ധിയിലാവും എന്നായിരുന്നു കരുതിയിരുന്ന CPM പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. കാരണം ഈ പാലക്കാട് ശരിക്കും ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. അത് ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വരേണ്ടത്. അപ്പൊ ചേലക്കരയിൽ ഈ വിഷയം ഉണ്ടായിട്ടുണ്ട്. ചേലക്കരയിൽ ആ വിഷയം ഉണ്ടായിരുന്നു. മാത്രമല്ല CPM യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. KPM ഹോട്ടലിൽ ഉണ്ടായിട്ടുള്ള പെട്ടി വിവാദം, അതായത് ആ പെട്ടി വിവാദമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. കാരണം അത് ഒരു ഇലക്ഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, വടകരയിൽ കാഫിർ ഷൂട്ടുമായിട്ട് വന്നു. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊരു വീഡിയോ വിവാദവുമായിട്ട് വന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കൊണ്ടൊക്കെ ഇലക്ഷൻ വിജയിക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും തീർച്ചയായിട്ടും പാലക്കാടും ചേലക്കരയിലും ഒക്കെ ഉണ്ടാവുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഇവിടെ രാഷ്ട്രീയം സംസാരിക്കാതെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം BJP-യും കോൺഗ്രസും ഒക്കെ ഒരു ട്രാക്ടർ സമരം നടത്തിയെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിവിടെ രാഷ്ട്രീയം സംസാരിക്കാം. കാരണം ഒരു കർഷകരുടെ വിഷയം സംസാരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ദൃശ്യ പത്രമാധ്യമങ്ങൾ എല്ലാം അവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അവിടെ പ്രാദേശികമായിട്ട് ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെയുള്ള നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, നാളികേര കർഷകരുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, അതോടൊപ്പം അവിടുത്തെ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. മറിച്ച് ഈ രാഷ്ട്രീയത്തിനകത്തെ രാഷ്ട്രീയം വിട്ടിട്ട് നമുക്ക് പൊതുവായിട്ട് പൊതുസമൂഹത്തിന് എന്താണോ അവർ ആവശ്യപ്പെടുന്നത്, അവരുടെ വികസനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴും ചില മാധ്യമങ്ങൾ പർപ്പസ്ഫുള്ളി തങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നെന്നുകൂടി നമ്മൾ കണക്കിലാക്കണം. ഇത് നമ്മൾ ജയരാജന്റെ വിവാദം, ഇപ്പൊ ജയരാജന്റെ ആത്മകഥാ വിവാദവും കൂടി നമ്മൾ ഇതിനുകൂടി കണക്ട് ചെയ്ത് പറയേണ്ടതുണ്ട്. കാരണം ആത്മകഥയിൽ ചോർന്നുപോയ ആത്മകഥയിൽ ഞാൻ എഴുതിയല്ല എന്ന് പറയുമ്പോൾ പോലും EP ജയരാജൻ ഈ സർക്കാർ ദുർബലം, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് പറയുകയും അതുപോലെ തന്നെ പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത് തെറ്റായ നിലപാടായിരുന്നു. അതായത് ഇന്നലെ വരെ മറ്റൊരു പാർട്ടിയുടെ
തലപ്പത്തിൽ ഒരു ഉത്തരവാദപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് കാലുമാറി വന്ന് സ്ഥാനാർത്ഥിയാക്കിയൊക്കെ ശരിക്കും തെറ്റായ നിലപാടാണ് എന്ന് വളരെ വ്യക്തമായി ജയരാജൻ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയല്ല, എന്നും ഡി സിക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം സരിന്റെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ എല്ലാ CPM-കാരും അംഗീകരിച്ചു എന്ന് വിചാരിക്കരുത്, DYFI-കാരെല്ലാവരും അംഗീകരിച്ചു എന്ന് വിചാരിക്കരുത്. ഇലക്ഷൻ പ്രചരണത്തിന് അവർ വളരെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് എത്രത്തോളം ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇതിൽ എന്തൊക്കെ സംഭവിച്ചു, അടിയൊഴുക്കുകൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് 23 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുന്ന അവിടുത്തെ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരങ്ങേറിയ നാടകങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് പാലക്കാട്ട് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. പാലക്കാട് UDF-നും വലിയ മികച്ച വിജയം തന്നെ ഉണ്ടാവും എന്നാണ് ഇന്നേരം വരെയുള്ള ഈ വിലയിരുത്തൽ. ഇനിയിപ്പോൾ നാളെ ഒറ്റ ദിവസം കൊണ്ട് നിശബ്ദമായ ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ വലിയ അട്ടിമറികൾ നടക്കുമെന്ന് വെച്ചാൽ ഇനി ഒരു അട്ടിമറിക്ക് സാധ്യതയില്ലാതെ നമ്മൾ കാണണം. മണിക്കൂറുകൾ മാത്രമേ ഈ നമ്മുടെ മുന്നിലുള്ളൂ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പാലക്കാട് ഇലക്ഷൻ യഥാർത്ഥത്തിൽ ഈ CPM എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നതിന്റെ ഏറ്റവും ഹൈ എൻഡായ പ്രകടനങ്ങളാണ് പാലക്കാട് അരങ്ങേറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ വലിയ രീതിയിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് PP ദിവ്യയുടെ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് തന്നെയായിരിക്കും പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്യുക. പിന്നെ പാലക്കാട് ജനങ്ങൾ വോട്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതുവികാരം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 13-ാം തീയതിയായിരുന്നു വയനാട്ടിലെ ഇലക്ഷൻ. പക്ഷേ ഈ വയനാടിന്റെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നത് കേന്ദ്രം നേരത്തെ എടുത്തിരുന്ന തീരുമാനമാണ്. പക്ഷെ വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ BJP-യുടെ കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടെയും അവർ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തമ ബോധ്യമായിട്ടുണ്ടാവണം. കാരണം വയനാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തോട് പൊതുവായിട്ട് കാണിച്ചിട്ടുള്ള ഒരു വഞ്ചനയാണ്. ആ വഞ്ചനയ്ക്കുള്ള ഒരു മറുപടി കൂടി ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട്ടെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പം ഞാൻ എപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് തൃശ്ശൂർ പൂരം കലയ്ക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു വ്യക്തമായ ഒരു കൃത്യതയോടുകൂടിയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, പൂരം കലങ്ങിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലൊക്കെ അവിടെ വലിയ രീതിയിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് പോലീസ് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറയുന്ന അവിടെ പൂരൊന്നും കലങ്ങിയില്ല, വെടിക്കെട്ട് കുറച്ച് ലേറ്റായി പോയെന്നേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല, ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന്. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത്. ഇതൊക്കെ ജനങ്ങൾ പാലക്കാടിനെ കുറിച്ച് നമുക്കറിയാം, കുറച്ചും കൂടി ആളുകൾ വിശ്വാസികളായ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതൊന്നും ഈ CPM ഒരിക്കലും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ശരിക്കും കുറേ വിചിത്രമായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ച കുറേ വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ CPM-ന്റെ ഉള്ളിലുള്ള കുറേ വിഷയങ്ങളുണ്ട്. അവിടെ PK ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലുണ്ടായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ അവിടുത്തെ DYFI-ന്റെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരൊക്കെ ചേർന്നുകൊണ്ട് അവിടെ വേറൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ യഥാർത്ഥത്തിൽ CPM-നിടയിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ അവർ ഒരിക്കലും പ്രകടമായ ഒരു വിഷയമായിട്ട് ആ കൃഷ്ണദാസ് വന്നല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇലക്ഷന് ശേഷം യഥാർത്ഥത്തിൽ വലിയ പൊട്ടിത്തെറികളിലേക്കാണ് CPM പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വിലയിരുത്തേണ്ടത്. ഏതെങ്കിലും പാലക്കാട്ടെ കൊട്ടിക്കലാശം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പാലക്കാട്ടെ വോട്ടർമാർ തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും വേണ്ടിയിട്ട് പാലക്കാട് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.